ഡോക്ടർ രമേശ് നടരാജൻ, സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, തിരുവനന്തപുരം. ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തിൻ്റെ സ്ട്രക്ചറൽ ആയിട്ട് വരാവുന്ന പ്രയാസങ്ങൾ അഥവാ ഹൃദയഘടനയിൽ വരുന്ന ഹൃദയഘടനയെ ബാധിക്കുന്ന ചില രോഗങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഹൃദയം വളരെ സങ്കീർണമായ ഒരു അവയവമാണെന്ന് നമുക്കറിയാം. അതിൽ 4 അറകളുണ്ട്, അതുപോലെ 4 വാൽവുകളും ഉണ്ട്. അപ്പോൾ ഈ വാൽവും അറയും ഒരു പരസ്പര പൂരകങ്ങളായി ജോലി ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഹൃദയസ്പന്ദനവും മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അതിന് രക്തം പമ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വാൽവുകളിലും ഈ ഹൃദയ ഭിത്തികളിലും അതിലും ഹൃദയത്തിൻ്റെ അറകളിലും വരുന്ന രോഗങ്ങളെ നമ്മൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് വളരെ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരേ ഒരു ചികിത്സ എന്ന് പറയുന്നത് ശസ്ത്രക്രിയ മാത്രമായിരുന്നു. ശസ്ത്രക്രിയയിലൂടെ അല്ലാതെ ഈ രോഗാവസ്ഥകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇപ്പോൾ നമുക്ക് ഇതിലെ ഒരു നല്ല ശതമാനം രോഗാവസ്ഥകളും നമുക്ക് ഓപ്പറേഷൻ കൂടാതെ നമ്മൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ കീ ഹോൾ പ്രൊസീജിയർ ചെയ്യുന്ന ആ ലാഘവത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയോർട്ടിക് വാൽവ്, അതായത് ഹൃദയത്തിൻ്റെ ഇടതുവശത്തെ അറയിൽ നിന്നും ശരീരത്തിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാൽവാണ് അയോർട്ടിക് വാൽവ്. ഈ അയോർട്ടിക് വാൽവിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതിന് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ചികിത്സ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് എന്ന നമ്മൾ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 15 വർഷമായി ഇപ്പോൾ നിലവിലുള്ളതും, എന്നാൽ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായി തന്നെ ഇത് വളരെയധികം നമ്മുടെ കേരളത്തിലും ഉപയോഗിച്ച് വരുന്നതുമായ ഒരു ചികിത്സാ രീതിയാണ് ട്രാൻസ് കാത്തറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അഥവാ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, ടാവർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ഈ ചികിത്സാ രീതി. അപ്പോൾ ഇത് ചെറിയ ഒരു നമ്മുടെ തുടയലിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒരു ചെറിയ സുഷിരം വഴി കാത്തറ്റർ കടത്തിവിടുകയും അതിലൂടെ ഈ അയോർട്ടിക് വാൽവിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന ഒരു അത്ഭുതാവഹമായ ഒരു ചികിത്സാ രീതിയാണ് ഇത്. ഇതുമൂലം ഏറ്റവും പ്രധാനം രോഗിക്ക് നെഞ്ച് തുറന്നുള്ള ഒരു ശസ്ത്രക്രിയ കൂടാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാൽവ് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത്. മാത്രമല്ല ആശുപത്രിയിൽ വളരെ കുറച്ച് നാൾ മാത്രം സ്റ്റേ ചെയ്യേണ്ടി വരിക, ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഈ ചികിത്സാ രീതിക്ക് ഉണ്ട്.